നമ്മുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് ഉയർച്ചയിലോട്ട് കൊണ്ടുവരണോ? ഉയർച്ചയിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ആര് ഓക്കെ ആയിട്ടിരിക്കണം? ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ഇരുത്തിയതിന് ശേഷം ഇവരുടെ ഫ്യൂച്ചറിലേക്കുള്ള എക്സാം എന്താണോ ഇതിനെ നമ്മൾ ഇമാജിനേഷനിലൂടെ റീക്രിയേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഹയർ പൊട്ടൻഷ്യൽ, എത്രത്തോളം പൊട്ടൻഷ്യലാണത് കംപ്ലീറ്റ്ലി ഇതിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. വർഷങ്ങളോളം പ്രിപ്പയർ ചെയ്തിട്ട് എൻട്രൻസിന് നമ്മുടെ കുട്ടികൾ പ്ലാൻ ചെയ്യാറുണ്ട്, എക്സാം എഴുതാറുണ്ട്. പലപ്പോഴും 1-2 മാർക്കിനോ അല്ലെങ്കിൽ ചെറിയ പോയിന്റുകൾക്കായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ റാങ്ക് കട്ടായി പോകുന്നത്. ഇത് ആ കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാനസികാവസ്ഥ ഭീകരമാണ്. അത് നമ്മൾ വിചാരിക്കും ഒരു എൻട്രൻസ് മാറ്റി നിർത്ത്. നമ്മളൊരു 10ാം ക്ലാസ് തൊട്ട് പല കുട്ടികൾക്കും ഉണ്ടാകുന്നൊരു വലിയൊരു പ്രശ്നമാണ് പരീക്ഷ പേടി. അല്ലെങ്കിൽ പരീക്ഷയിൽ അവർ പഠിച്ചു പോയിട്ടും കൃത്യമായിട്ട് അവർക്ക് മാർക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മളിത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ആ സമയത്ത് എന്തെങ്കിലും ടെൻഷനോ സ്ട്രെസ്സോ പേടിയോ ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഈ സാധനം എഴുതുമ്പോൾ മറന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ കുട്ടികൾക്ക് ഒരു കൗൺസിലിംഗ് ഉപയോഗിച്ച്, ഹിപ്നോട്ടിസം ഉപയോഗിച്ച് എങ്ങനെ ഇവരുടെ മെമ്മറിനെ ബൂസ്റ്റ് ചെയ്യാം, ആ സമയത്തുണ്ടാവുന്ന പേടിയെ എങ്ങനെ മാറ്റാം, എങ്ങനെ ഈ പറയുന്ന IAS IPS തുടങ്ങിയുള്ള ഉന്നതമായ റാങ്കുകളിലോട്ട് എങ്ങനെ ഹിപ്നോട്ടിസം ഉപയോഗിച്ച് സെൽഫായിട്ട് ഇവർക്ക് എത്താം എന്നൊന്ന് ക്ലിയർ ആയിട്ടൊന്ന് പറയും. ഓക്കെ, ഈ എൻട്രൻസ് അല്ല മാത്രമല്ല, ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും മെയിൻ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്ന കുട്ടികൾക്ക് ആളുകൾക്കുള്ള ഏറ്റവും ഫസ്റ്റ് സജഷൻ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷനാണ്. പേരൻസിൻ്റെ സൈഡിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻ, സൊസൈറ്റിയിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻ, ഒരു സോഷ്യൽ സ്റ്റാമ്പ്, നമുക്ക് പബ്ലിക്കിലേക്ക് ഫ്രണ്ടിലേക്ക് ഞാൻ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു പേടി, ഇതെല്ലാം കയറി വന്നിട്ട് എക്സാമിന് ഹാളിൽ ചെന്ന് കഴിയുമ്പോൾ ദേ ഗോൺ. കാരണം അവർക്കൊന്നും കിട്ടത്തില്ല, ഓർമ്മ കിട്ടത്തില്ല, കോൺഷ്യസ്ലി അവർ ഔട്ടാണ്. എന്താണ് പഠിച്ചതെന്ന് ഒരു ഓർമ്മയില്ല. പരീക്ഷാ ഹാളിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും ഓർക്കുന്നത്, അയ്യോ ഈ ക്വസ്റ്റ്യൻ എനിക്ക് അറിയാമെന്നുള്ളത്. ആ സമയത്ത് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ജസ്റ്റ് എ സ്ട്രെസ്. ആ സ്ട്രെസ് അവരുടെ ഓർമ്മയെ കട്ട് ചെയ്ത് കളയും, പഠിച്ചതൊക്കെ കട്ടായി പോവുകയും ചെയ്യും. ഇതിനെ ഹിപ്നോസിസിൽ എഫക്റ്റീവ്ലി വർക്ക് ചെയ്യാൻ പറ്റും. ഇതിനെ നമ്മൾ സാധാരണ ചെയ്യുക എന്ന് പറയുന്നത്, നമ്മൾ ഈ ഫ്യൂച്ചർ റിഗ്രഷൻ എന്ന് പറയും. അതായത് എക്സാം, ഈ കുട്ടികളെ നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ഇവരുടെ പേടിയൊക്കെ ഉണ്ടെങ്കിൽ, പണ്ട് ചിലപ്പോൾ എക്സാമിന് പേടിയുള്ള കുട്ടികളുണ്ടാകും, ചെറുപ്പത്തിലെ ഏതെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരീക്ഷയ്ക്ക് മാർക്ക് കൊണ്ട് കുറഞ്ഞ എന്ന് വിചാരിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോൾ അച്ഛനും അമ്മയും വഴക്ക് പറയുകയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടോക്സിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ടീച്ചർമാരുടെ സൈഡിൽ നിന്ന് വഴക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതേ സെയിം സാധനം ട്രിഗർ ചെയ്യാം. അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി അവരുടെ ആ റിഗ്രഷൻ ചെയ്ത് അവരുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ ഫ്യൂച്ചർ റിഗ്രഷൻ എന്ന് പറയും. ഇതിൽ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ഇരുത്തിയതിന് ശേഷം ഇവരുടെ ഫ്യൂച്ചറിലേക്കുള്ള എക്സാം എന്താണോ ഇതിനെ നമ്മൾ ഇമാജിനേഷനിലൂടെ റീക്രിയേറ്റ് ചെയ്യിപ്പിക്കും, ഫ്യൂച്ചറിലേക്ക് വേണ്ട സംഭവം. അപ്പോൾ എക്സാം ഹാളിൽ ചെല്ലുന്നു, എക്സാം എഴുതുന്നു, പേപ്പർ കിട്ടുന്നു, ക്വസ്റ്റ്യൻസ് കിട്ടുന്നു, നീ പഠിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നു, എല്ലാം എഴുതി ആൻസർ ചെയ്യുന്നു. ഒരു ക്വസ്റ്റ്യൻ പോലും ഇടാതെ എല്ലാം ആൻസർ ചെയ്യുന്നു. നിനക്ക് 100% ഉറപ്പുണ്ട് നീ ഫുൾ മാർക്ക് മേടിച്ചു എന്ന ഉറപ്പുണ്ടാക്കി അതിൻ്റെ ഇമോഷൻസിനെ ഫീൽ ചെയ്യിപ്പിച്ചു കൊടുക്കും. ആ ഇമോഷൻസിനെ ഫീൽ ചെയ്യിപ്പിച്ച് റിപ്പീറ്റായിട്ട് നമ്മൾ 2-3 സംഭവം ചെയ്യിപ്പിക്കുന്നതിന് CBT എന്ന് പറയും. ഈ സംഭവം റിപ്പീറ്റ് ചെയ്ത് 3-4 തവണ ഇമാജിനേഷനിൽ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഈ എക്സാമിന് പോകുന്ന കുട്ടികൾക്ക് പേടി ഉണ്ടാവില്ല. ഇത് എക്സ്പോഷറാണ്, ഫ്യൂച്ചർ എക്സ്പോഷർ. എക്സാം എന്താണോ അതിനെ എക്സ്പോഷർ തെറാപ്പി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് ഹിപ്നോസിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവം എക്സ്പോഷർ തെറാപ്പി. അപ്പോൾ അത് ഫ്യൂച്ചറിലേക്ക് ഡയറക്റ്റ്ലി പോകണ്ട, മനസ്സുകൊണ്ട് എക്സ്പോസ് ചെയ്യാന്ന് പറയും. പിന്നെ എക്സാമിന് പേടി പറയും. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഇത് കേൾക്കുന്ന പാരൻസിനൊക്കെ എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ഹിപ്നോട്ടിസം ഉപയോഗിച്ച് പലപ്പോഴും ഇവരൊക്കെ എൻ്റർടൈൻമെൻറ്റ് ഹിപ്നോട്ടിസം മാത്രമേ അറിയുള്ളൂ. ഹിപ്നോട്ടിസത്തിൻ്റെ ഒരു സയൻറ്റിഫിക്കൽ വശത്തെ പറ്റിയും അതിൻ്റെ ഒരു വലിയ ലോകത്തെ പറ്റിയും നമ്മുടെ ഉള്ള ആൾക്ക് പലപ്പോഴും അറിയില്ല. ഇതൊരു ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റിന് ഒരു പക്ഷേ കൃത്യമായിട്ട് മനസ്സിലാവും ഇത് ഇൻ്റർനാഷണലി എത്രത്തോളം പോപ്പുലർ ആണെന്ന്. ഇവിടെ ഈ മരിച്ചുപോയ ആളുകൾ കാണിക്കുകയും ഈ നെഗറ്റീവ് കാണിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ പറ്റിയത്. എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, ഈ എക്സാമിൻ്റെ കുട്ടികളുടെ പേടി മാറ്റുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു, എനിക്ക് തോന്നുന്നു കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്പോർട്സ് താരങ്ങൾക്ക് ഒരു പേഴ്സണൽ ഹിപ്നോതെറാപ്പിസ്റ്റ് അവരുടെ കൂടെ ഉണ്ടോ? സ്പോർട്സ് ഹിപ്നോട്ടിസ്റ്റ് എന്ന് പറയും. അതെ, ക്രിക്കറ്റിനോ ഫുട്ബോളിനോ എല്ലാവർക്കും, ഏതൊരു വ്യക്തിയുടെ ലൈഫിൽ അവർ ഏറ്റവും വലിയ നിലയിലായിട്ടുണ്ടോ അവർക്കൊരു പേഴ്സണൽ ഹിപ്നോതെറാപ്പിസ്റ്റ് ഉണ്ടോ? സ്പോർട്സ് മാത്രമല്ല, ബിസിനസ് ചെയ്യുന്നവർക്ക് സ്പോർട്സ്, ഈവൻ സിനി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് എത്ര സിനിമ നടന്മാർക്കുണ്ടെന്ന് അറിയാം. ഇവർ പറയത്തില്ല, എനിക്കറിയാവുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവർ പേഴ്സണലി ചോദിക്കും ചിലർ വന്നിട്ട്. അപ്പം അതായത് നമ്മുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് ഉയർച്ചയിലോട്ട് കൊണ്ടുവരണോ? ഉയർച്ചയിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ആര് ഓക്കെ ആയിട്ടിരിക്കണം? നിങ്ങൾ ഓക്കെ ആയിട്ടിരിക്കണം. നിങ്ങൾക്ക് ഓക്കെ ആവാൻ പറ്റാത്ത സിറ്റുവേഷനിൽ കൃത്യമായി ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിനെ കൂടെ വെച്ചാൽ, അല്ലെങ്കിൽ കൃത്യമായി കൺസൾട്ടേഷൻ എടുത്തുകൊണ്ടിരുന്നാൽ ഭയങ്കര സക്സസ്ഫുൾ ആയിരിക്കും. കാരണം അവർക്ക് വരുന്ന ഇമോഷൻസിന് മാത്രം പ്രശ്നങ്ങൾ പോലും പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഇതൊക്കെ ആൾക്കാർക്ക് ഹിപ്നോസിസ് എന്ന് ചെയ്യുമ്പോൾ തെറ്റിദ്ധാരണ, ഇതെന്തോ മനസ്സിന് പ്രശ്നമുള്ളവന് ചെയ്യുന്ന പരിപാടിയാണെന്നുള്ള ചിന്തയാണ്. അത് ഒരു വട്ടമുള്ളവൻ അല്ലെങ്കിൽ ഒരു മാനസിക വിഭ്രാന്തി ഉള്ളവന് ചെയ്യുന്ന ഒരു പരിപാടി അല്ല ഹിപ്നോസിസ്. ഇത് ഫ്യൂച്ചറിലേക്ക് വേണമെങ്കിൽ നമുക്ക് എത്ര ഡ്രീംസ് വേണമെങ്കിലും സെറ്റ് ചെയ്യാം.
ഹിപ്നോട്ടിക്കലി പ്ലേസ് ചെയ്യുന്ന എത്ര ഡ്രീംസ് ഉണ്ടെന്നറിയോ? അതെ, അതായത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഇപ്പം നിങ്ങളുടെ മുന്നിൽ വലിയൊരു പ്രശ്നം ഉണ്ടായി, ആ വലിയൊരു പ്രശ്നത്തിൽ ഇപ്പം നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ 10 ലക്ഷം രൂപ നിങ്ങളെ ചതിച്ചു, നിങ്ങളുടെ കയ്യിൽ ആകെ 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ആ നിമിഷം നമ്മൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്? ചതി ആണല്ലോ, പെയിൻ, പണം പോയതിൻ്റെ സങ്കടം, ഇനി നാളെ എന്ത് ചെയ്യണം എന്നോർത്തുള്ള ഇഷ്യൂസ്, ഇനിയുള്ള പ്രശ്നങ്ങൾ, കുടുംബത്തിനെ ഫേസ് ചെയ്യണം, ആൾക്കാർ പറ്റിച്ചു, ചതിക്കപ്പെട്ടു എന്നും നോട്ടുകൊണ്ട് നിങ്ങൾക്ക് 100,000 ഇമോഷൻസ് ഡെവലപ്പ് ചെയ്യും. ഈ ഡെവലപ്പ് ചെയ്ത ഇമോഷൻസ് ഒരു പക്ഷേ നിങ്ങളെ സൂയിസൈഡിലോട്ട് കൊണ്ട് എത്തിക്കാം, ഒരു പക്ഷേ നിങ്ങളെ ആ വ്യക്തിയെ ഒരു കൊലപാതകത്തിലോട്ട് കൊണ്ട് അവസാനിപ്പിക്കുക. എങ്ങനെ വേണമെങ്കിലും ആ സിറ്റുവേഷനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളെ ബാധിക്കും. ഈ സമയത്ത് നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഹിപ്നോതെറാപ്പിസ്റ്റ് ഉണ്ടെങ്കിൽ വിത്ത് 1 hour കൊണ്ട് ഈ ഇമോഷൻസിനെ റിലീസ് ചെയ്ത് കളയും. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എന്താണ് ഹിപ്നോതെറാപ്പി എന്നുള്ളത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഹിപ്നോതെറാപ്പിസ്റ്റ് കൃത്യമായിട്ട് നിങ്ങളുടെ ഈ പറയുന്ന സബ് കോൺഷ്യസിനെ ആക്സസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇമോഷൻസ് കളഞ്ഞതിന് ശേഷം അവിടെ പോസിറ്റീവായി ഇൻഫർമേഷൻ പാസ് ചെയ്യും, അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യും. ആ സമയത്ത് ഈ ഇഷ്യൂസിനെ എല്ലാം നിങ്ങൾക്ക് ഓവർകം ചെയ്ത് 10 പോയെടുത്ത് 1 കോടി രൂപ ഉണ്ടാക്കാനുള്ള ഒരു സപ്പോർട്ടായിരിക്കും തരുന്നത്. അങ്ങനെയല്ലേ? അതെ, ശരിക്കും നമ്മളിതിൻ്റെ ഹിപ്നോട്ടിക് സജഷൻ എന്ന് പറയുന്നത്, നമ്മളോട് പറയുന്ന ആളുകൾ ചിലപ്പോൾ ബിസിനസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ സജഷൻസാണ്, മറ്റുള്ളവർ നമ്മുടെ തലച്ചോറിലേക്ക് ഇട്ട് തരുന്ന വെറും സജഷൻസാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഡയറക്റ്റ്ലി കയറും, അത് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഹയർ പൊട്ടൻഷ്യൽ, എത്രത്തോളം പൊട്ടൻഷ്യലാണത് കംപ്ലീറ്റ്ലി ഇതിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. അതാണ് അയാളുടെ സക്സസ്. 10 ലക്ഷം പോയിട്ട് നിങ്ങൾ 1 കോടി രൂപ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ 10 ലക്ഷം പോയപ്പോൾ മുതൽ നിങ്ങളുടെ ഉള്ളിലെ കംപ്ലീറ്റ് നെഗറ്റിവിറ്റി പുറത്തേക്ക് വന്നു. അതെ അതെ അതെ, നിങ്ങൾ കഴിവില്ലാത്തവനായി, നിങ്ങൾ ഗുണമില്ലാത്തവനായി, നിങ്ങൾ തന്നെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി പുറത്തുനിന്ന് ഒരാളുടെ സഹായം വേണ്ട, നിങ്ങളെ തന്നെ മോശമാക്കാൻ, നമ്മളെ തന്നെ മോശമാക്കാൻ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഏറ്റവും കൂടിയ ആളുകളുടെ നെഗറ്റിവിറ്റി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മേഖലകളിലെല്ലാം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം എനിക്ക് തോന്നുന്നു പഠിക്കാൻ കൂടി ചെയ്യാൻ തോന്നുന്നു. അതെ, ഇത് ഹിപ്നോസിസ് പഠിക്കുക കൂടി ചെയ്യുന്നത് ഏറ്റവും എഫക്റ്റീവ് ആണ്. കോഴ്സ് കൊടുക്കുന്നുണ്ടല്ലോ, കോഴ്സ് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ 2 ദിവസത്തെ കോഴ്സ് അല്ലേ? അതെ, 3 ദിവസത്തെ കോഴ്സ്. 3 ദിവസത്തെ കോഴ്സ്. ഇന്നത്തെ ഒരു കാര്യം ഉണ്ടോ ജി, നമ്മൾ സാധാരണ ഇപ്പോൾ ഈ ഹിപ്നോസിസ് പല രീതിയും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ ഹിപ്നോസിസിന് ഇത്ര ഇമ്പാക്റ്റ് ഉണ്ടോ എന്നുള്ളൊരു സംശയമാണ് എല്ലാവരും. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ദിവസവും നമ്മൾ ഹിപ്നോട്ടൈസ്ഡ് ആണ് എന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് വർക്കാവും. ഇപ്പോൾ നമ്മൾ കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ സാധാരണ പഠിപ്പിക്കുന്നതിൻ്റെ കാരണം വെച്ചാൽ എല്ലാ മാസം ക്ലാസ് ഉണ്ട്. ഇത് പഠിപ്പിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഞാൻ സാധാരണ വേറെ ഒരു കോഴ്സ് കൊടുക്കുന്ന അതിനകത്ത് ഹീലിംഗ് കൂടെ കൂടിയിട്ട് കൊടുക്കുന്നത്. ഒരു മാനസികമായിട്ട് അവർക്ക് ഫ്രീഡം ഉണ്ടാകുമ്പോൾ ഒരു ഹീലാകാം. ഫ്യൂച്ചറിലേക്ക് ബിസിനസ് അവർക്ക് തെറാപ്പി എടുക്കുന്നതിന് പകരം ഒരു കോഴ്സ് എടുത്തത് പഠിക്കുകയും ചെയ്യാം, അവർക്ക് തെറാപ്പി പോലെ കിട്ടുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും ഈ സജഷൻ എടുക്കില്ല. അവർ മനസ്സിലാക്കി ഹിപ്നോസിസ് എന്താണെന്ന് അറിയാമെങ്കിൽ ഒരിക്കലും ഒരാൾ നമ്മളെ പറ്റിക്കില്ല. എല്ലാ ബന്ധങ്ങളിലും ചതിയാണല്ലോ ഇമ്പോർട്ടന്റ്. ഒരു പക്ഷേ എല്ലാവരും ഈ എങ്ങനെയാണ് മറ്റൊരു വ്യക്തിയെ ചതിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളും അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ആ വ്യക്തിയെ ചതിക്കാൻ പറ്റില്ല. ഹിപ്നോട്ടിസം പഠിച്ച ഒരു വ്യക്തിയെ പിന്നെ ചതിക്കാൻ പറ്റില്ലല്ലോ. അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ല, ഹിപ്നോട്ടിസം പഠിച്ചിട്ട് നമ്മൾ മനസ്സ് വായിക്കുക എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഒരിക്കലും ഒരാൾക്ക് നമ്മൾക്ക് നെഗറ്റീവ് സജഷൻസ് ഇടാൻ നമ്മൾ സമ്മതിക്കില്ല. കാരണം നമുക്കറിയാം ഇതിങ്ങനെയാണ് പറഞ്ഞു വരുന്നത്, നമുക്ക് അറിയാൻ പറ്റും. അതാണ് ഹിപ്നോസിസിൻ്റെ പവർ എന്ന് പറയുന്നത്. അതെ, അപ്പോൾ നിങ്ങൾക്ക് തെറാപ്പിയോ ഇപ്പം എനിക്ക് തോന്നുന്നു കോഴ്സോ കാണുന്ന എന്തെങ്കിലും വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 3 ദിവസം കൊണ്ട് മൊത്തം പഠിപ്പിച്ചു കൊടുക്കും. സാധാരണ പഠിപ്പിക്കുന്ന വെച്ചാൽ എല്ലാവരും പറയും സ്റ്റെപ്പ് ബൈ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 എന്ന് പറയുന്ന സമയത്ത് ഒന്നുമില്ല. നമുക്കിപ്പോൾ ഹിപ്നോസിന് പല വേർഷൻസ് ഉണ്ട് കേട്ടോ. പ്രോഗ്രസീവ് ഹിപ്നോസിസ് ഉണ്ട്, റാപ്പിഡ് നോൺ വെർബൽ ഹിപ്നോസിസ് ആൻഡ് പിന്നെ ഹിപ്നോതെറാപ്പിറ്റിക്കൽ ഹിപ്നോസിസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒറ്റ ദിവസം മതി. ഡീറ്റെയിൽഡ് സയൻസ് വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. വെറുതെ ഇതാണ് ഇതിൻ്റെ ടെക്നിക്ക് എന്ന് പറയല്ല, എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നു, ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെയായിരിക്കും. അപ്പോൾ ഹിപ്നോസിസ് പ്ലസ് CBT, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ഇതുകൊണ്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും ഞാൻ ക്ലാസ്സിൽ കൊടുക്കുക. അതുകൊണ്ടാണ് എഫക്റ്റീവ് എന്ന് പറയുന്നത് കാരണം.